ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷം അപ്പത്തെക്കുറിച്ചും ദൈവപുത്രന്റെ വരവിനെ കുറിച്ചും കാൽവരി യാഗത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തിന്നുന്നവരായിരിക്കണം, എന്റെ രക്തം കുടിക്കണം, എന്റെ ശരീരം ഭക്ഷിക്കണം. അപ്പോൾ അവർ പറഞ്ഞു, ഇത് കഠിന വാക്ക് എന്ന് പറഞ്ഞ് കർത്താവിന്റെ കൂടെ നടന്ന അനേകര് വിട്ടുപോയി. അപ്പൊ ശിഷ്യന്മാരോടും കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നെങ്കിൽ നിങ്ങൾക്കും പോകാം. അപ്പോഴാണ് പത്രോസ് പറയുന്നത്, ജീവന്റെ വചസ്സുകൾ നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും കർത്താവ്? ജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലല്ലോ. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാവർക്കുമായിട്ട് വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. റോമാലേഖനത്തിൽ നിന്ന് നമ്മൾ തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് വീണ്ടും കടന്നു വരാം. ദൈവസന്നിധിയില് ദൈവത്തിന്റെ ഈ വചനം പഠിക്കുവാനായിട്ട് നിങ്ങൾ കാണിക്കുന്ന ആ ഉത്സാഹത്തെയും ആഗ്രഹത്തെയും സ്വർഗത്തിലെ ദൈവം മാനിക്കട്ടെ, നിത്യതയിൽ നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. വചനം കൂടുതൽ അറിയുന്നതിന്റെ ആഗ്രഹം ദൈവത്തെ അറിയുന്നതിന്റെ ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയാ? വചനം സ്നേഹിക്കുമ്പോഴാണ്. കാരണം വചനം ജഡമായി വന്നവനാണ് കർത്താവ്. ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ആദിയിൽ ദൈവമുണ്ടായിരുന്നു. ദൈവം ഹി വാസ് എക്സിസ്റ്റിംഗ്. ഹല്ലേലൂയ. പഴയ നിയമപുസ്തകത്തിലേക്ക് നോക്കിയാലും പുതിയ നിയമപുസ്തകങ്ങളിലേക്ക് നോക്കിയാലും അപ്പസ്തലന്മാരും വിശുദ്ധന്മാരൊക്കെയും പറയുന്നത് തിരുവെഴുത്ത്. ഹല്ലേലൂയ. തിരുവെഴുത്തുകൾ. ഹല്ലേലൂയ. നമ്മള് റോമാലേഖനം 21 മുതൽ 31 വരെയുള്ള ഭാഗത്ത് നിന്ന് ചിന്തിച്ചു വരിക. അത് തീർത്ത് നമുക്ക് 4-ാം അധ്യായത്തിലേക്ക് ഇന്ന് കിടക്കണം. ഈ 21 മുതൽ 31 വരെയുള്ള ഭാഗത്ത് അപ്പസ്തോലൻ അഭക്തനെ നീതീകരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നീതീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. ജസ്റ്റിഫിക്കേഷനെ കുറിച്ച് പറയുകയാണ്. അങ്ങനെ നീതീകരണത്തെ കുറിച്ച് അപ്പസ്തോലൻ പറയുമ്പോൾ അപ്പസ്തോലൻ 3 അടിസ്ഥാന തത്വങ്ങൾ പറയുകയാണ്. ദൈവം അഭക്തനെ നീതീകരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ 3 അടിസ്ഥാന തത്വങ്ങൾ. അതിൽ 1, 2 നമ്മൾ ചിന്തിച്ചു. ഒന്ന്, ഈ നീതീകരണത്തിന്റെ ഉറവിടം ഏതാണ്? എവിടെയാണ്? വേർ ഈസ് ദ സോഴ്സ്? വാട്ട് ഈസ് ദ സോഴ്സ്? അപ്പൊ നമ്മൾ കണ്ടു, ദൈവവും ദൈവത്തിന്റെ കൃപയുമാണ്. ദൈവം നമ്മളോട് കൃപ ചെയ്തു, അതാണ് അതിന്റെ സോഴ്സ്. ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത്. തുടർന്ന് നമ്മൾ കണ്ടു ഇതിന്റെ അടിസ്ഥാനം എന്താ? ഓൺ വാട്ട് ഗ്രൗണ്ട്? നാം എന്തിന്റെ അടിസ്ഥാനത്തിലാ അഭക്തനെ അപ്പസ്തലനായ വിശുദ്ധ പൗലോസെ നീതീകരിക്കുന്നത്? കാൽവരിയിൽ തൂക്കപ്പെട്ടവരുടെ കർത്താവിന്റെ അടിസ്ഥാനത്തിൽ. കാൽവരി യാഗമാണ് അതിന്റെ അടിസ്ഥാനം എന്നുള്ളത്. ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ കണ്ടു, ഹൗ ഡു വി റിസീവ് ഇറ്റ്? നമ്മളിത് എങ്ങനെയാ ഈ കാൽവരിയിൽ കർത്താവ് നമുക്കൊരുക്കിയ രക്ഷയെ നമ്മുടെ അനുഭവമാക്കുന്നത് എങ്ങനെയാ എന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു തുടങ്ങിയത്. അവിടെ നാം കണ്ടു, ഇത് വിശ്വാസത്താലാണ് നാം ഏറ്റെടുക്കുന്നത്. വിശ്വാസത്താലാണ് നമുക്ക് ഇത് അനുഭവമാകുന്നത്. ഹൗ ഡു വി റിസീവ് ഇറ്റ്? വി റിസീവ് ഇറ്റ് ത്രൂ ഫെയ്ത്ത്. ഹല്ലേലൂയ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ഈ വിശ്വാസത്താൽ അല്ലെങ്കിൽ വിശ്വാസം മാത്രം, സോലാ ഫിഡെ, ബൈ ഫെയ്ത്ത് എലോൺ എന്ന് റിഫോർമിസ്റ്റ് പറയുമ്പോൾ നമുക്ക് അവിടെ വരാൻ പറ്റുന്ന ഒരു തെറ്റിദ്ധാരണ എന്നുള്ളത് 50-50 ആണോ ബ്രദറെ? അതായത് ദൈവം ഈ രക്ഷയുടെ പകുതി ചെയ്തു, നാം അതിന്റെ ബാക്കി പകുതി വിശ്വാസത്താൽ ചെയ്യുന്നു. അങ്ങനെയല്ല. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ കർത്താവ് കാൽവരിയിൽ നമ്മുടെ രക്ഷയ്ക്കായിട്ട് എന്തൊക്കെയോ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യണമായിരുന്നു, അത് കാൽവരിയിൽ ചെയ്തു. ഇനി ഒരു പാപി അതിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരണമെങ്കിൽ
പാപി വിശ്വാസം എന്ന ആ ഒരു പ്രവൃത്തി കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നാണ് ഒരു ചിന്ത. അത് തെറ്റാണെന്നാണ് പറയുന്നത്. കാരണം ഈ രക്ഷ എന്നുള്ളത് വിശ്വാസത്താൽ നാം നേടിയെടുക്കുന്ന ഒന്നല്ല. രക്ഷ എന്നുള്ളത് വിശ്വസിച്ച് നേടിയെടുക്കുന്ന ഒന്നല്ല. കാരണം അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഒരു ക്രെഡിറ്റ് എനിക്കും കിട്ടുകയാണ്, അല്ലെ? എന്റെ നിത്യതയിലേക്കുള്ള അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള ദൈവമകനാകാനുള്ള ആ പദ്ധതിയിൽ എനിക്ക് ഒരു ഭാഗമുണ്ട്. എന്ത് ഭാഗം? ഞാൻ വിശ്വാസത്താൽ നേടിയെടുക്കുകയാണ്. അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. ഹല്ലേലൂയ. കാരണം ഈ വിശ്വസിക്കുക എന്നുള്ളത് അപ്പോസ്തലൻ പറയുന്നത് അത് നമ്മുടെ ഒരു ക്രെഡിറ്റ് അല്ല, കൃപയാൽ വിശ്വാസത്താൽ എന്നാ പറയുന്നത്. ദൈവം തന്റെ കൃപയാൽ, ദൈവം നമുക്ക് കൃപ ചെയ്തത് കൊണ്ടാ എന്റെ പ്രിയരെ, ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഈ ബൈബിള് വായിക്കാൻ നമുക്ക് സാധിക്കുന്നത് തന്നെ ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ കൃപയാണ്. അതിലൊന്നും ഞാൻ ഡെയിലി വായിക്കുന്നു, ഞാൻ ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ നമുക്ക് പുകഴാനൊന്നുമില്ല. ദൈവം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മെ നിർത്തിയിരിക്കുന്നത് കൊണ്ടാ. ഇത് വായിക്കാൻ പറ്റാതെയും പ്രാർത്ഥിക്കാൻ പറ്റാതെയും ഒരു സാഹചര്യത്തിൽ നമ്മളെ ആക്കാൻ പറ്റും. ദാറ്റ്സ് വൈ ഇത് നമുക്ക് അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നു, ഞാൻ അങ്ങനെയൊന്നും പുകഴാനില്ല. ഹല്ലേലൂയ. അങ്ങനെയൊന്നും പുകഴാനില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത് വിശ്വാസം എന്നുള്ളത് അത് നമ്മുടെ ഒരു ക്രെഡിറ്റ് ആയിട്ടല്ല പറയാം. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, ഈ വിശ്വാസത്തിന്റെ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ച് പറഞ്ഞല്ലോ, വിശ്വാസത്തിന്റെ ശ്രേഷ്ഠത ആ വിശ്വസിക്കുന്ന വ്യക്തിയോട് ബന്ധപ്പെട്ടല്ല ഇരിക്കുന്നത്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, അതാണ് അതിന്റെ ശ്രേഷ്ഠത. ആ വിശ്വസിക്കുന്ന വ്യക്തി എത്ര വലിയവനാണെങ്കിലും, ഹല്ലേലൂയ, ആരെയാ വിശ്വസിച്ചിരിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തില് എന്റെ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠതയും ദൃഢതയും ഇരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെയാ ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്? ഹല്ലേലൂയ. കാരണം നമ്മുടെ കർത്താവ് വിശ്വാസ യോഗ്യനാണ്. കർത്താവ് കാൽവരിയിൽ ചെയ്തതിനെയും കർത്താവ് വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നതിനെയും നമ്മോട് സംസാരിക്കുന്നതിനെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് അവന്റെ കൃപയായി. അവന്റെ കർത്താവിന്റെ കൃപ നമ്മുടെ മേലുള്ളത് കൊണ്ട്. എന്റെ പ്രിയരെ, നമ്മുടെ ബുദ്ധിക്കൊന്നത് ചിന്തിച്ചാൽ മനസ്സിലാകത്തില്ല. ഞാൻ ഇന്നലെ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ, എന്റെ ഒരു സുഹൃത്ത് കണ്ടപ്പോൾ, ഞങ്ങൾ സംസാരിച്ചിരുന്നപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് വേറെ തൊഴിലൊന്നുമില്ല ഈ ബൈബിളൊക്കെ പഠിപ്പിക്കാനായിട്ട്? എന്ത് പ്രയോജനം? എന്നോട് ചോദിച്ചൊരു കാര്യം, ഇന്നലെ നിനക്ക് വേറെ തൊഴിലൊന്നുമില്ല, ഇതൊക്കെ എന്തിനാ പോയി പഠിപ്പിക്കുന്നത്? അതുകൊണ്ട് എന്ത് കിട്ടുന്നു? ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഇതൊക്കെ ചുമ്മാ. ഞാൻ അന്നേരം ഓർദ്ദേമേ, എനിക്ക് കിട്ടിയ കൃപയെന്താ? എനിക്ക് കിട്ടിയ കൃപയെന്താ? ഇത് ശരിയാണെന്നും ഇതാണ് സത്യമെന്നും ഇതാണ് നിലനിൽക്കുന്നതെന്നും ഇതാണ് ഇളകാത്തതെന്നും ഇതാണ് മാറ്റമില്ലാത്തതെന്നൊക്കെ വിശ്വസിക്കാൻ നമുക്ക് പറ്റുന്നത് കൃപയാ എന്റെ പ്രിയരെ. നമ്മൾ അതിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ. ഇതിൽ നിന്ന് പുറത്തേക്ക് പോട്ടെ. ഹല്ലേലൂയ. പത്രോസിനെ കർത്താവ് പല പ്രാവശ്യം, പിശാച് കർത്താവിനോട് പല പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, ഞാൻ പറ്റിക്കോട്ടെ. നോ, ദൈവം അനുവദിക്കില്ല. ഹല്ലേലൂയ. അങ്ങനെ നമ്മളെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ നിൽക്കുന്നതാ. അതുകൊണ്ടാ സകലതും കൃപയാല, സകലതും അവിടുത്തെ കരുണയാലോ. അതിനകത്ത് എന്റെ എന്തെങ്കിലും ഒരു ഗുണമോ മേന്മയോ എന്റെ എന്തെങ്കിലും ഒരു മെറിറ്റോ പറയാനില്ല. I have nothing to say. ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളങ്ങളിലേക്ക് വരുമ്പോൾ ഒരു 1-2 വാക്യങ്ങളോട് വായിക്കുമ്പോൾ അതല്പം കൂടെ നമുക്കൊന്ന് വ്യക്തമായിട്ട് കിട്ടും. എഫേസ്യ ലേഖനം 2-ാം അധ്യായം, എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 8, 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചല്ലോ. കൃപയാലല്ലോ
വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ. കൃപ, ദൈവത്തിന്റെ ദാനം. ഈ കൃപയാൽ വിശ്വസിക്കാനുള്ള വരം കിട്ടി. ഹല്ലേലൂയ. അങ്ങനെയല്ലേ അവിടെ എഴുതിയിരിക്കുന്ന, നിങ്ങൾ അതിന് നിങ്ങൾ കാരണം ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ദൈവം ഒരു കൃപ, ഒരു വരമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നതാ എന്റെ പ്രിയരെ. ദൈവം തന്നിരിക്കുന്നു, നമുക്ക് കൃപയാൽ തന്നിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സാധിക്കുന്നത്. ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേസ്. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ അല്പം കൂടെ നമുക്കത് വ്യക്തമാകും. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം ഒന്ന് വായിക്കാം. നിങ്ങൾക്ക് ക്രിസ്തുവിനെ വേണ്ടി കഷ്ടം അനുഭവിക്കാതെ മാറ്റിവെച്ചാല് അതിന് മുമ്പുള്ള ഭാഗം നോക്കി. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. നിങ്ങൾക്ക് വരം, ഇതൊരു ഗിഫ്റ്റ് ആയിട്ട് തന്നിരിക്കുക. ഇത് നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ട് തന്നിരിക്കുക. വിശ്വാസം എന്നുള്ളത് ഒരു ഗിഫ്റ്റാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ദാനമാണ്. അല്ലാതെ ഞാൻ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്ത രക്ഷയെ ഇങ്ങനെ അനുഭവിക്കുക അല്ലെങ്കിൽ നേടിയെടുക്കുക എന്നുള്ള നിലയിലല്ല. ഇത് ഒരു വരമായി കർത്താവ് നമ്മുടെ ഉള്ളങ്ങളിൽ ഇട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് സാധിക്കുന്നത്. ഈ അപ്പൊല്ലോസിന്റെ കാര്യത്തിൽ അപ്പസ്തോല പ്രവർത്തികൾ, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് 18-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം ഒന്ന് വായിച്ചാൽ, 18-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ അവൻ അക്കരയിലേക്ക് പോകാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളാൻ പുരുഷന്മാർക്ക് എഴുതുകയും ചെയ്തു. അവിടെ എത്തിയാതെ അവർ ദൈവകൃപയിൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി. അപ്പൊല്ലോസ് അവിടെ എത്തിയാതെ കൃപയാൽ വിശ്വസിച്ചവർക്ക് എങ്ങനെ വിശ്വസിച്ചവർക്ക്? കൃപയാൽ. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് വിശ്വാസത്തിന്റെ ആധാരം ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ കൃപയായതിന്റെ ആധാരം. ഹല്ലേലൂയ. അപ്പോൾ ബ്രദറെ, ഈ വിശ്വാസത്തിന്റെ ഫങ്ഷൻ എന്താ? വിശ്വാസം എന്ത് ക്രിയയാ ചെയ്യുന്നത്? എന്താണ് വിശ്വാസത്തിന്റെ ഫങ്ഷൻ എന്താ? വിശ്വാസത്താൽ ദൈവം തരുന്നത് ഇങ്ങോട്ട് വാങ്ങിക്കുന്നു. അത്രയുള്ളൂ. ദൈവം തരുന്നത് ഇങ്ങോട്ട് വാങ്ങിക്കുന്നു. ദൈവം തരുന്നത് വാങ്ങിക്കുന്നതാ വിശ്വാസത്താൽ. അല്ലാതെ വിശ്വാസത്താൽ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്നതല്ല. ദൈവം കൃപയാൽ നമുക്ക് തരുന്നത്, ദൈവം തന്റെ സ്നേഹത്തിൽ നമ്മെ സ്നേഹിച്ച് നമുക്ക് തരുന്നത് നമ്മൾ വിശ്വാസത്താൽ ഇങ്ങനെ വാങ്ങിക്കുന്നു. അത്രേ ഉള്ളു വിശ്വാസത്തിന്റെ ഫങ്ഷൻ. അങ്ങനെ വേണം നമ്മൾ കാണാൻ. ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളില് വരരുത്. ഞാൻ വിശ്വാസത്താൽ നേടിയെടുത്തു. അത് കുറെ കഴിയുമ്പോൾ, ഈ വിശ്വാസ ജീവിതത്തിൽ കുറെ കഴിഞ്ഞ് മുൻപോട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ കൊണ്ടുവന്ന് നമ്മളെ ഡൈവേർട്ട് ചെയ്ത് കളയുവാനും ഒക്കെ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ മുൻപോട്ട് പോകുക. അപ്പൊ നമ്മൾ ആ 3 അടിസ്ഥാന കാര്യങ്ങളെ കുറിച്ച് എനിക്കൊന്ന് നമ്മൾ 2-3 ആഴ്ച അതിൽ കൂടുതൽ ആ ഭാഗത്ത് നിന്നു എന്ന് കരുതിയ 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മളൊന്ന് വേഗം ഒന്ന് പറഞ്ഞു അങ്ങ് പോകുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. 27 മുതൽ 31 നമുക്ക് ആ ഭാഗം ഒന്ന് ആദ്യം വായിക്കാം. റോമാലേഖനം 3-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം ആദ്യം. ഏത് മാർഗത്തിൽ വിശ്വാസമാർഗത്തെ അങ്ങനെ മനുഷ്യനായ പ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്തിന് നീതീകരിക്കപ്പെടുന്ന നാം അനുമാനിക്കുന്നു. അല്ല യഹൂദന്മാർ ദൈവമാകുന്നു, ജാതികളുടെ ദൈവമല്ലയോ? അതേ, ജാതികളുടെ ദൈവമാകുന്നു. ദൈവം ഏകനല്ലോ. ആ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസാൽ അഗ്രഹങ്ങളെയും നീതീകരിക്കുന്നു. ആകയാൽ നാം വിശ്വാസവാൻ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നു.
ഒരു നാളുമില്ല. ഞാൻ ന്യായപ്രമാണത്തെ ഉറപ്പിക്കാൻ ശ്രമിച്ചു. ആമേൻ. 27 മുതൽ 31 ഈ ഭാഗത്ത് അപ്പോസ്തലൻ ഒരു 3 കാര്യങ്ങളാ ചിന്തിക്കുന്നത്. ഈ റോമിലെ വിശ്വാസികൾക്ക് എഴുതിയ ലേഖനമാണല്ലോ റോമാലേഖനം. ആ വിശ്വാസികളിൽ യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ക്രിസ്ത്യാനികളുമുണ്ട്. അപ്പോൾ ഈ വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ച് പറഞ്ഞ് നമ്മളത് വിശ്വാസത്താൽ പ്രാപിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ ഉള്ളങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചോദ്യത്തെ മുൻകണ്ട അപ്പോസ്തലൻ ഉത്തരമായിട്ട് എഴുതിയിരിക്കുക ഈ 27 മുതൽ 31. അപ്പൊ ഇത് പറയുമ്പോൾ അവരുടെ ഉള്ളങ്ങളിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകാവുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യത്തെ ഉള്ളിൽ കണ്ടുകൊണ്ട് അപ്പോസ്തലൻ എഴുതുകയാണ് ഇവിടെ. ഹല്ലേലൂയ. 27-28 വാക്യങ്ങൾ ഒരു കാര്യം പറയുന്നത്, ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസമാർഗത്താൽ അത്രേ. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. ഹല്ലേലൂയ. പ്രശംസിപ്പാൻ ഒന്നുമില്ല. നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. അതാ ഇവിടെ പറയുന്നത്, പ്രശംസിക്കുവാനായിട്ടൊന്നുമില്ല. എന്തുകൊണ്ടാ പ്രശംസിക്കാൻ ഒന്നുമില്ലാത്തത്? കാരണം എന്റെ രക്ഷയുടെ അടിസ്ഥാനം എന്റെ പ്രവൃത്തിയല്ല, വിശ്വാസത്താല. ഈ വിശ്വാസം എന്ന് പറയുന്നതും എന്റെ പ്രവൃത്തിയല്ല, അത് ദൈവത്തിന്റെ ദാനമായിട്ട് എനിക്ക് തന്നു. ദൈവം എന്നെ സ്നേഹിച്ചു, ദൈവം എന്നെ തെരഞ്ഞെടുത്തു. അവന്റെ കൃപയിൽ ഞാൻ അവന്റെ ഭവനത്തിൽ ദൈവത്തിന്റെ മകനായിട്ട് ക്രിസ്തുവിന്റെ സഹോദരന്മാരായി തീരണമെന്നും ദൈവം ആഗ്രഹിച്ചു, ദൈവം നിശ്ചയിച്ചു, ദൈവം തീരുമാനിച്ചു, ദൈവം സ്റ്റെപ്പ് എടുത്തു, ഞാനായി. ഹല്ലേലൂയ. അപ്പോൾ അവർ ചോദിക്കുക, അപ്പം ന്യായപ്രമാണമോ? ഹല്ലേലൂയ. ന്യായപ്രമാണമോ? അങ്ങനെ ഒരു ചോദ്യം അവരുടെ ഉള്ളങ്ങളിൽ വരാം. ദൈവം തന്നതല്ലേ ന്യായപ്രമാണം? ഹല്ലേലൂയ. അപ്പൊ അതിന് ഉത്തരവാദിത്ത അപ്പോസ്തലൻ പറയുക, എവിടെ പ്രശംസ എവിടെ പോയി? കാരണം പ്രശംസിക്കുവാനായിട്ട് ഹല്ലേലൂയ ഒന്നുമില്ല. നിങ്ങൾക്ക് ബോസ്റ്റ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് നമുക്കും ബോസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ പ്രിയരെ? അല്ലെ, നമുക്കും ബോസ്റ്റ് ചെയ്യാനായിട്ടൊന്നുമില്ല. നമുക്ക് അതുകൊണ്ടാ റിറ്റാലിയേറ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഇല്ലെന്ന് പറഞ്ഞു. നമുക്ക് തിരിച്ചടിക്കാനായിട്ട് പ്രമാണം ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ നേടിയെടുത്തതാണെങ്കിൽ എനിക്ക് തിരിച്ചടിക്കാൻ ചെറിയൊരു ഹിന്റ് ഉണ്ട് അതിനകത്ത്. നമുക്ക് തിരിച്ചടിക്കാൻ, എന്നെ തൊട്ടാ വെച്ചേക്കില്ല എന്നൊക്കെ അങ്ങോട്ട് വാൺ ചെയ്യാനും വെല്ലുവിളിക്കാനൊന്നും നമുക്ക് പ്രമാണമില്ല. കാരണം ഇതിന് ഞാനും യോഗ്യനല്ല. ഞാൻ ഇങ്ങനെ കൃപയാൽ ഇങ്ങനെ ആയിരിക്കുന്നത്. പണ്ടൊരു ഞാൻ ഇന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പുള്ളി പറഞ്ഞില്ലേ, ഇപ്പം ദൈവത്തിന്റെ കൃപ ഇല്ല എങ്കിൽ, ദൈവം എന്നെ കൃപ ചെയ്ത് സംരക്ഷിച്ചില്ലായിരുന്നെങ്കിൽ, പ്രത്യേകം എന്നെ കാത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ആകാമായിരുന്നു ആ സ്ഥാനത്ത്. ഞാനാകാമായിരുന്നു. നമ്മൾ ആരാ പറഞ്ഞു നമുക്കൊന്നും പറ്റത്തില്ല എന്ന്? ഇവര് ഈ ലോകം ചെയ്യുന്നതിനേക്കാളും ബിലോ ദ ബെൽറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അവിടുത്തെ കൃപയാൽ നമ്മളെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ ചെയ്യാത്തതാ. അവനെന്ത് അങ്ങനെയൊന്നും കൂടുതലൊന്നും അങ്ങ് പുകഴേണ്ട ആവശ്യമില്ല. കാരണം ഞാനും ഇതിനൊക്കെ പറ്റുന്നവനാ. പക്ഷെ ദൈവം നിർത്തിയിരിക്കുന്നു. ദൈവം അവന്റെ കരങ്ങളിൽ എന്നെ വിടാതെ നിർത്തിയിരിക്കുക. അതുകൊണ്ട് ഞാൻ സേഫ് ആയിരിക്കുന്നു. ഈ ഒരു ബോധ്യം എപ്പോഴും നമ്മുടെ ഉള്ളങ്ങളിൽ നമ്മളെ, അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് പുകഴ്ചയല്ല വരേണ്ടത്, താഴ്മയാ വരേണ്ടത്. പുകഴ്ചയല്ല വരേണ്ടത്, താഴ്മയാ വരേണ്ടത്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതി, ഈ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിത യാത്രയിൽ ഈ ലേഖനങ്ങൾ എഴുതി വരുമ്പോൾ ആദ്യ ലേഖനങ്ങളിൽ കാണുന്നുണ്ട്, ഞാൻ അപ്പോസ്തലന്മാരിൽ ചെറിയവനോ ആദ്യം ഞാനൊരു അപ്പോസ്തലനാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ ദാസനാണെന്നൊക്കെ പറഞ്ഞ് അവസാനം ഈ തിമോത്തിയോസിന് എഴുതുന്ന ലേഖനത്തിൽ വരുമ്പോൾ, 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 1 തിമോത്തിയോസ്
1:15 ഒന്ന് വായിച്ചാൽ. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു ചെന്നുള്ള വിശ്വാസവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ട് യേശു ക്രിസ്തു നിത്യജീവനായി കൊണ്ടുപോകും. അതിൽ വിശ്വസിക്കാനുള്ളവർ സ്ഥാനത്തിനായി സകല നിരുഷമയും ഒന്നാമനായ ഇതിൽ കാണിക്കേണ്ടതിനെ എനിക്ക് കരുണ ലഭിച്ചു. ആ പാപികളിൽ ഒന്നാമൻ, എനിക്കും കരുണ ലഭിച്ചു എന്ന് അപ്പോസ്തലൻ പറയുന്നത്. ഐ ഓൾസോ റിസീവ്ഡ് ഗ്രേസ്. ആ പാപികളിൽ ഒന്നാമൻ. നമ്മൾ ശരിക്കും അതൊരു കൃത്യമായി അത് ശരിക്കും നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മൾ ദൈവവചനത്തിലും കൃപയിലും ദൈവത്തോടുള്ള സ്നേഹത്തിലും റിലേഷൻഷിപ്പിലും ബന്ധത്തിലും നമ്മൾ വളരുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഒരു മെഷറിംഗ് ടൂളാണ് നമുക്ക് എത്രത്തോളം താഴ്മയുണ്ട്, എത്രത്തോളം താഴാൻ നമുക്ക് താഴ്മയുണ്ട്. ലുക്ക് അറ്റ് അപ്പോസ്റ്റൽ സെയിന്റ് പോൾ. ആ വളർച്ചയുടെ തന്നെ കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകാൻ ആയിരിക്കുന്ന ആ ക്ലോസ് അവസാന കാലഘട്ടങ്ങളില് പറയും, ഞാൻ ആ പാപികളിൽ ഒന്നാമനാ. ഹല്ലേലൂയ. നമ്മളിൽ ഉണ്ടാവേണ്ട ആ ഒരു താഴ്ചയാണ്. ഒന്നാമത് ഈ 27-28 വാക്യങ്ങളിൽ ഈ യഹൂദ ക്രിസ്ത്യാനികളുടെ മനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഞങ്ങള് അത് ആദ്യമേ അപ്പോസ്തലൻ റൂൾഡ് ഔട്ട് ചെയ്യുക. ആ ബോസ്റ്റിംഗ്, പുകഴ്ച വേണ്ട. പുകഴ്ചയായി പ്രശംസിപ്പാനായിട്ട് ഒന്നുമില്ല. ഞാൻ ഈ മുമ്പിൽ നേരത്തെ പറഞ്ഞ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പുകഴാൻ ഒന്നുമില്ല. നിങ്ങളിവിടെ ആയിരിക്കുന്നതും നിങ്ങൾക്ക് ലഭിച്ച രക്ഷയും നിങ്ങൾക്കുള്ള സകലതും എന്റെ കൃപയാണ്. ഹല്ലേലൂയ. രണ്ടാമത് 29-30 വാക്യങ്ങൾ. 29-30 വാക്യങ്ങളിൽ, അല്ല, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ ജാതികളുടെയും ദൈവമല്ലയോ? അങ്ങനെ ജാതികളുടെയും ദൈവം ആകുന്നു. ദൈവം ഏകനല്ലോ. അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. 17 എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനും എന്ന് അപ്പോസ്തലൻ പറഞ്ഞു വന്നിട്ട് ഇവിടെ 29-30 വാക്യങ്ങളിൽ ഈ നിങ്ങളുടെ എത്നിസിറ്റി, നിങ്ങൾ യഹൂദൻ എന്ന ജാതി എന്ന പുകഴ്ചയൊന്നും വേണ്ട. നിങ്ങളെക്കാളും ഞങ്ങൾ വലിയവരാണെന്നുള്ള പുകഴ്ചയൊന്നും വേണ്ട. അവിടെ എടുത്തു പറയുന്നത്, ദൈവം യഹൂദന്മാരുടെ മാത്രം ദൈവമോ? ഹല്ലേലൂയ. ജാതികളുടെയും ദൈവമല്ലയോ? ദൈവം നിങ്ങൾക്ക് അങ്ങനെ പുകഴാൻ ദൈവം രണ്ടല്ല, ദൈവം ഏകനല്ലോ. അവൻ ജാതികളുടെയും യഹൂദന്റെയും ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുക, യഹൂദൻ എന്ന നിലയ്ക്ക് നിനക്കൊരു പ്രത്യേക ഫേവർ ഒന്നുമില്ല. യഹൂദൻ എന്ന നിലയ്ക്ക് നിനക്ക് ഒരു പ്രത്യേക ഫേവർ ഒന്നുമില്ല. ഹല്ലേലൂയ. ആ ഒരു കാര്യമാ 29-30 വാക്യങ്ങളിൽ പറയുന്നത്. 31-ാമത്തെ വാക്യത്തിൽ അവര് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാ, അങ്ങനെയെങ്കിൽ വിശ്വാസത്താലാ, നിങ്ങൾ ശ്രദ്ധിക്കുന്ന പിള്ളേർ അവിടെ പോട്ടെ, കുഴപ്പമില്ല, വിശ്വാസത്താലാ നീതീകരണമെങ്കിൽ ദൈവം തന്ന ന്യായപ്രമാണത്തെ വിശ്വാസത്താലുള്ള നീതീകരണം ദുർബലമാക്കുകയല്ലേ? അവർ ചോദിക്കുന്നത്. ഇപ്പൊ ന്യായപ്രമാണം തന്നത് വെറുതെ ആയോ? അപ്പോഴവിടെ 31 നോക്കി, ന്യായപ്രമാണത്തെ ദുർബലമാക്കുവാനല്ല, ഒരു നാളുമല്ല, ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയത്രേ ചെയ്യുന്നു. 3:22 നാം എന്താ വായിച്ചത്?
അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം നിൽക്കുന്നു. ഏതിന്? വിശ്വാസത്താലുള്ള നീതീകരണത്തിന് ന്യായപ്രമാണവും വിശുദ്ധന്മാരും സാക്ഷി പറയുന്നു എന്ന് 3:22 പറഞ്ഞിട്ട് ഇവ താഴോട്ട് വരുമ്പോൾ അപ്പോസ്തലൻ പറയുക, ന്യായപ്രമാണത്തെ വിശ്വാസത്താലുള്ള നീതീകരണം ദുർബലമാക്കുകയല്ല. ഈ 31-ാം വാക്യം ഉണ്ടല്ലോ, 4-ാം അധ്യായത്തിലേക്ക് കടക്കുവാനുള്ള ഒരു ട്രാൻസിഷനാണ്. എന്തുകൊണ്ട് വിശ്വാസത്താലുള്ള നീതീകരണം ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നില്ല? 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ലുക്ക് അറ്റ് ഏബ്രഹാം. ഈ 3-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം നമുക്ക് അത് 4-ാം അധ്യായത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു വാക്യമാണ്. തുടർന്ന് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ ഈ എക്സാമ്പിൾ എടുത്ത് വിശദീകരിക്കുക. ഹല്ലേലൂയ. പഴയ നിയമ പുസ്തകത്തിൽ നിങ്ങൾ ഊറ്റം കൊള്ളുന്ന പഴയ നിയമ പുസ്തകത്തിലെ ന്യായപ്രമാണം അടങ്ങിയിരിക്കുന്ന പഴയ നിയമ പുസ്തകത്തിലെ ഒരു 2 ഫിഗേഴ്സ്, അപ്പൊ നമുക്ക് അബ്രഹാമിനെ കാണാം, ദാവീദിനെ കുറിച്ചും പറയുന്നുണ്ട്. എടുത്തിട്ട് അപ്പോസ്തലൻ വിശദീകരിക്കുക 4-ാം അധ്യായത്തിൽ വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ച്. ഹല്ലേലൂയ. പഴയ നിയമം മുഴുവനും പഴയ നിയമ തിരുവഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പഴയ നിയമവിശുദ്ധന്മാരെ നോക്കുകയാണെങ്കിൽ അവരെല്ലാം രക്ഷയുടെ അനുഭവത്തിൽ, അല്ല, അവരും രക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്താലാണെന്ന് അപ്പോസ്തലൻ ഈ 4-ാം അധ്യായത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. അത് ശരിക്കും അങ്ങ് ഉറപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ ആ ഭാഗം 27 മുതൽ 31 വരെയുള്ള നിങ്ങൾക്ക് ഏകദേശം അത് നമുക്ക് അങ്ങനെ ഒന്ന് ഓടിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ആ 27 നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ വീട്ടിൽ പോയി പിന്നീട് വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. 3 കാര്യങ്ങൾ അപ്പോസ്തലൻ പറയുന്നത്. 1, പ്രശംസിപ്പാൻ ഒരു കാരണമില്ല. 2, ഒരു ജാതി മറ്റു ജാതിയുടെ മേൽ മേൽക്കോയ്മ കാണിക്കാൻ യാതൊരു കാരണം. കാരണം ദൈവം ഇസ്രായേലിന്റെ ദൈവം മാത്രം ദൈവമല്ല, ജാതികളുടെ. 3ാമത് പറയുക, അപ്പൊ നിങ്ങൾ ചിന്തിച്ചേക്കാം, അപ്പോസ്തലനെ വിശ്വാസത്താലാ നീതീകരണമെങ്കിൽ ന്യായപ്രമാണം യൂസ്ലെസ് അല്ലേ? നോ, അല്ല. ന്യായപ്രമാണത്തെ ഒരു നാളുമല്ല, ന്യായപ്രമാണവും ഈ വിശ്വാസം നിങ്ങൾ മനസ്സിലാക്കിയതിന്റെ കുഴപ്പമാ. നിങ്ങൾ ന്യായപ്രമാണത്തെ മനസ്സിലാക്കിയതിന്റെ കുഴപ്പമാ, അല്ലാതെ ന്യായപ്രമാണവും ഈ വിശ്വാസത്താലുള്ള നീതീകരണമാ പഠിപ്പിക്കുന്നത്. അതാ പറയുന്നത്. നിങ്ങൾക്ക് ഇനിയും വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? ഇനിയും ബോധ്യമായില്ലേ? അതാണ് 4-ാം അധ്യായം. ഞാൻ നിങ്ങൾക്ക് ബോധ്യമാക്കി തരാം എന്ന് പറഞ്ഞ 4-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരികയാണ്. ഹല്ലേലൂയ. സാൽവേഷൻ ബൈ ഫെയ്ത്ത്. ഇവിടെ ഈ രക്ഷ വിശ്വാസത്താലാണ് എന്നുള്ളത്, ഹല്ലേലൂയ, പഴയ നിയമ തിരുവഴുത്തുകളിലെ പഴയ നിയമ തിരുവഴുത്തുകളിലും ഉണ്ടായിരുന്ന ഒരു ട്രൂത്ത് ആണെന്ന് അപ്പോസ്തലൻ അടിവരയിട്ട് പ്രസ്താവിക്കുക. ഹല്ലേലൂയ. എന്റെ പ്രിയ, നമ്മൾ ചിന്തിക്കും ഇതൊക്കെ നമ്മൾ ഇങ്ങനെ വേഴ്സ് ബൈ വേഴ്സ് ആയിട്ട് പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താ? എന്റെ പ്രിയരെ, ഇത് നമ്മുടെ ഉള്ളങ്ങളിലും അങ്ങ് രജിസ്റ്റേർഡ് ആവണം. നമ്മൾ ചില സാഹചര്യങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോ ഉണ്ടല്ലോ, നമ്മളെ നിർത്തുന്നത് ഇതാ പ്രിയരെ. ഹല്ലേലൂയ. കാരണം പ്രവർത്തിയാലായിരുന്നെങ്കിൽ നമ്മൾക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇവിടെ നിന്നിട്ട് നിസി സിസ്റ്ററിനോട് ഒരു 50 വർഷം തരുക, സിസ്റ്റർ ഇവിടുന്ന് ചാടിയാ അതിനെ തുടരണം എന്ന് പറഞ്ഞാൽ 50 അല്ല 100 വർഷം ചാടിയത് അവിടെ തുടത്തില്ല. അതാ സ്റ്റാൻഡേർഡ്. ആരുടെ? ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ്. അത് നമുക്ക് പറ്റത്തില്ല. പിന്നെ വെറുതെ ചാടാമേ. ഹല്ലേലൂയ. പക്ഷെ വിശ്വാസം, ഹല്ലേലൂയ, അങ്ങനെയല്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട്, ദൈവം നമ്മളിൽ ഇട്ടിരിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഈ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 25 വാക്യങ്ങൾ ഇവിടെ ദാവീദിനെ കുറിച്ച് അതിന്റെ 6, 5, 6, 7, 8, 9 വാക്യങ്ങളിൽ കാണുന്നു. ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം ഏബ്രഹാമിനെ കുറിച്ചാണ് കാണുന്നത്. കാരണം അബ്രഹാം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനങ്ങളുടെ ചിന്തയിൽ വളരെ ഹൈ എസ്റ്റീമിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയായ അബ്രഹാമിനെ കുറിച്ച് അവർക്ക് പുകഴാനുണ്ട്, അല്ലേ? ഹല്ലേലൂയ. മത്തായി സുവിശേഷം എഴുതുമ്പോൾ ക്രിസ്തുവിന്റെ വംശാവലി പറഞ്ഞു തുടങ്ങുന്ന എവിടുന്നാ? അബ്രഹാമിന്റെ, അങ്ങനെയല്ലേ? 1-ാം അധ്യായത്തിന്റെ
അതൊന്ന് വായിച്ചത്. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാമിന്റെ പുത്രനായ ഈ അബ്രഹാമിനെയും ദാവീദിനെയുമാണ് അപ്പസ്തോലൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ ദാവീദിനെയും കാരണം ഇവർ രണ്ടുപേരും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാ ഇസ്രായേൽ ജനത്തിന്. അബ്രഹാം എന്നുള്ളത് ദാവീദ് അവരുടെ രാജാക്കന്മാരിൽ ശ്രേഷ്ഠനായ ഒരു രാജാവായിരുന്നു. ഹല്ലേലൂയ. ഒരു വളരെ പ്രധാനപ്പെട്ട രാജാവാ ദാവീദ്. ഇവരെ എടുത്തിട്ടാ പറയുന്നത്, ഇവരെ എടുത്തിട്ട് പറയുക, വിശ്വാസത്താലുള്ള നീതീകരണം എന്റെ ശ്രോതാക്കളെ പുതിയ നിയമത്തിന്റെ മാത്രം ടീച്ചിങ് അല്ല, വിശ്വാസത്താലുള്ള നീതീകരണം പഴയ നിയമത്തിന്റെയും ടീച്ചിങ്ങാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇങ്ങനെ പറയുമ്പോണ്ടല്ലോ, ഞാനൊരു കാര്യം ഇവിടെ കൂട്ടിച്ചേർത്തോട്ടെ. പഴയ നിയമത്തിന്റെയും ടീച്ചിങ് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനത്തോട് ഒരു ബന്ധം, നമുക്കൊരു ബന്ധമില്ല ഇസ്രായേൽ ജനത്തോട്, അല്ലെ? അബ്രഹാം ശരിക്കും ഈ വിശ്വാസത്താലുള്ള നീതീകരണം പഴയ നിയമവും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ, അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എനിക്കും ഇസ്രായേൽ ജനത്തിന് മാത്രമല്ല, എനിക്കും പുറകോട്ട് നോക്കിയാൽ ഒരു വലിയ ഒരു റിച്ച് ഹെറിറ്റേജ് ഉണ്ടല്ലേ? അല്ലെ? അങ്ങനെയല്ലേ തോന്നുന്നത്? അല്ലെങ്കിൽ അങ്ങനെയല്ലെങ്കിൽ നമ്മൾ ഇസ്രായേൽ ജനവുമായിട്ട്, ഇസ്രായേൽ വംശവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവരാണ്. പക്ഷെ അപ്പോസ്തലൻ പറയുക, പഴയ നിയമത്തിനും അത് തന്നെ, നമ്മൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടവരാ. നമുക്ക് ഒരു ലീനിയേജ് ഉണ്ട്, നമ്മളും അതിൽ നിന്ന് തന്നെ ഉള്ളവരാ. ഞാൻ പറയുന്നത് മനസ്സിലായോ? യു അണ്ടർസ്റ്റാൻഡ് മീ? അതുകൊണ്ട് അപ്പോസ്തലൻ ദൈവം അബ്രഹാം നീ ബഹുജാതികൾക്ക് പിതാവാകും, അങ്ങനെയാ നമ്മളും അബ്രഹാമിന്റെ മക്കൾ എന്ന് പേരെളിക്കപ്പെടുന്നത്. നമ്മളൊക്കെ അങ്ങനെയാ, അബ്രഹാമുമായിട്ട് നമുക്കും അങ്ങനെയാ കണക്ഷൻ വരുന്നത്. ഹല്ലേലൂയ. ഞാനത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. പഴയ നിയമവും അത് തന്നെ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ. ഹല്ലേലൂയ. ഈ ഭാഗത്ത് 4-ാം അധ്യായത്തില് നീതീകരണത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചുമാണ് പ്രധാനമായിട്ട് സംസാരിക്കുന്നത്. പാപിയെ നീതീകരിക്കുന്ന ദൈവം, God reckoning a person. When Paul talks about Abraham, he is trying to tell us how God reckons him. ദൈവം എങ്ങനെയാ അവനെ റെക്കൺ ചെയ്യുന്നത്. രണ്ടാമത്, putting our trust on God, a God of creation and God of resurrection. നമ്മുടെ ദൈവം God of creation and God of resurrection എന്ന് വെച്ചാൽ എന്താ? മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനുമായ ദൈവത്തിലുള്ള ആശ്രയം. അതാ പുട്ടിങ് ട്രസ്റ്റ് ഓൺ ഗോഡ് എന്ന് പറയുന്നത്. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവത്തിലാണ് ഞാൻ ആശ്രയിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനം 4-ാം അധ്യായം, ഞാൻ അതിന്റെ 4-ാം അധ്യായത്തിന്റെ ഡിവിഷൻ ഒന്നും നിങ്ങൾക്ക് വേഗം പറഞ്ഞു തരുമ്പോൾ ആ അധ്യായം നമുക്ക് സ്വയം വായിച്ചാൽ തന്നെ വ്യക്തമാകുന്നു. നമ്മൾ ഈ 4-ാം അധ്യായവും വേഗം നമ്മൾ മുൻപോട്ട് പോകും. കാരണം 5-ാം അധ്യായത്തിൽ നമുക്ക് കുറച്ച് നാൾ നിൽക്കേണ്ടി വരും. 5-6 അധ്യായങ്ങളിൽ ഇതിന്റെ കോറാണ്. 1 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പ്രവർത്തികളാലല്ല എന്നാ പറയുന്നത്. ഞാൻ ഈ ഡിവിഷൻ ഇങ്ങനെ ഹെഡിങ് വെച്ച് പറഞ്ഞു തരുമ്പോ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും. Abraham was not justified by faith, by works. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പ്രവർത്തികളാലല്ല. അതാണ് 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ അവിടെ വിവരിക്കുന്നത്. 9 മുതൽ 4-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പരിച്ഛേദനയാലുമല്ല. ആദ്യത്തെ 8 വാക്യങ്ങളിൽ പ്രവർത്തികളാലല്ല എന്ന് അപ്പോസ്തലൻ പറയുക. 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പരിച്ഛേദനയാലുമല്ല. ഇതൊക്കെ നമ്മൾ ഡീൽ ചെയ്താ, നേരത്തെ ഓർക്കുന്നുണ്ടോ?
ഇവർ ഈ യഹൂദന്റെ ഉള്ളിലുള്ള ആ ഒരു ഇതാ പരിച്ഛേദന പ്രവൃത്തി, പ്രമാണത്തിന്റെ പ്രവൃത്തി, അതൊക്കെ അപ്പസ്തലനിവിടെ പൊളിച്ചെടുക്കുക. 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് ന്യായപ്രമാണത്താലുമല്ല. 3 കാര്യങ്ങളാണേ. പ്രവൃത്തിയാലല്ല, പരിച്ഛേദനയാലല്ല, ന്യായപ്രമാണത്താലും അല്ല. 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ, 4-ാം അധ്യായത്തിന്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണെന്നും ആ വിശ്വാസം എന്തായിരുന്നു എന്നും അപ്പോൾ വിവരിക്കുന്നത്. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലും ആ വിശ്വാസം എന്തായിരുന്നു എന്ന് അപ്പോസ്തലൻ പൗലോസ് 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ, ആദ്യത്തെ 18 വാക്യങ്ങളിൽ എന്തായിരുന്നില്ല എന്നാ പറയുന്നത്. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പ്രവർത്തികളാലല്ല, പരിച്ഛേദനയാലല്ല, ന്യായപ്രമാണത്താലുമല്ല. എന്നിട്ട് 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറയുക അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താല. എന്നിട്ട് അപ്പോസ്തലൻ പറയുക ഈ വിശ്വാസം എന്തായിരുന്നു. എന്നിട്ട് അതിന്റെ 23, 24, 25, 23 മുതൽ 25 വരെയുള്ള അതിന്റെ ഒരു ആപ്ലിക്കേഷനാണ്. അത് നമ്മളോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് എന്ന അതിന്റെ 23 മുതൽ 25 വരെയുള്ള ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മള് പുതിയ നിയമ പുസ്തകത്തിൽ അബ്രഹാമിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സ്ഥലം ഒക്കെ, അത് ലേഖനങ്ങളിലായാലും സുവിശേഷങ്ങളിലായാലും അബ്രഹാമിനെ കുറിച്ച് പ്രതിപാദിക്കുന്നിടത്തൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാ, ഈ വിശ്വാസത്താലുള്ള നീതികൾ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലല്ലേ അല്ലെ? 11-ാം അധ്യായത്തിൽ എന്താ അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്? എബ്രായ ലേഖനം 11-ൽ പറയുന്നുണ്ടല്ലോ. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. ഇസഹാക്കിൽ ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ചു. അങ്ങനെ അവിടെ അബ്രഹാമിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ചാണ്. ഞാന് വംശാവലിയിലും പറഞ്ഞല്ലോ. ഹല്ലേലൂയ. നമ്മൾ ഈ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ വംശാവലി എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും ആ വംശാവലിയൊക്കെ എന്തിനാ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? നമുക്ക് കർത്താവിന്റെ വംശാവലി അറിയാനായിട്ട് മാത്രമാണോ? തീർച്ചയായിട്ടും വംശാവലി അറിയണം. നിങ്ങൾ ആ വംശാവലിക്കകത്ത് വരുന്ന വ്യക്തികളെ ഒന്ന് ചിന്തിച്ചു നോക്കേ. റാഹാബെന്ന ഏഷ്യ, പിന്നെ റൂത്ത്, പിന്നെ മോവാബി സ്ത്രീ, പാപം ചെയ്ത് ദാവീദ്. അപ്പം നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് അറിയോ? ഈ വംശാവലിക്കകത്ത് ഇവര് വന്നതും ഇതൊന്നും ഇവരുടെ പ്രവൃത്തി കൊണ്ടല്ല, കൃപയാല. ആ ലീനേജ് പോലും കൃപയാല. കൃപ ലഭിച്ചവരാ ഇതിനകത്ത് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ റാഹാബൊക്കെ നമ്മുടെ കർത്താവിന്റെ ആ പാരമ്പര്യത്തിൽ വരുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അത് നമുക്ക് ആ വംശാവലി വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാ, ഇത് കൃപയാല. കൃപയാൽ ദൈവം അടുക്കി വച്ചിരിക്കുകയാണ്. ഞാൻ ആ വംശാവലി ഓർത്തപ്പോ നിങ്ങളോടൊന്ന് പറഞ്ഞു. അല്ലാതെ നമുക്ക് വംശാവലി പറഞ്ഞു തരാൻ മാത്രം, ദൈവം ഇതെല്ലാം തന്റെ കൃപയാല ചെയ്യുന്നത്. നമുക്ക് അതിന്റെ 3-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം, ആകയാൽ നാം വിശ്വാസത്താൽ, നമുക്ക് വേഗം അവസാനിപ്പിക്കാം. ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കി ഒരു നാളുമല്ല ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക എത്ര ചെയ്യുന്നത്. എന്നിട്ട് ആ 4 മുതൽ 8 വരെ, 4-ാം അധ്യായത്തിൽ 1 മുതൽ 8 വരെ ഒന്ന് ഉറക്കെ വായിച്ചേ, വേഗം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അവന്റെ പ്രശംസിപ്പാൻ സംഗതിയുണ്ട്. ദൈവത്തിന് ഇല്ലാതാണ്. തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടത് തന്നെ.
എന്നാൽ പ്രവർത്തിക്കുന്നവർ കൂലി കണക്കിടുന്നത് കൃപയായിട്ടില്ല ഇടപാടുന്നത്. പ്രവർത്തിക്കാത്തവരെങ്കിലും അവന്റെ നീതീകരിക്കുന്നവനായി വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദ് വർദ്ധിക്കുന്നത് അധർമ്മം മോചിച്ചു പാവം പരിശീലിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ. ഇവിടെ ന്യായപ്രമാണത്തെ ന്യായപ്രമാണത്തെ ദുർബലമാക്കുകയല്ല, ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയത്രേ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അബ്രഹാം പിതാവിനെ കുറിച്ച് പറയുക. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയേണ്ടു? അബ്രഹാം പ്രവർത്തിയാലാ നീതീകരിക്കപ്പെട്ടതെങ്കിൽ അബ്രഹാമിനെ പ്രശംസിപ്പാനുണ്ട്. അബ്രഹാം പോൾ ചോദിക്കുക, ഇവിടെ ജഡത്തിന്റെ പ്രവർത്തികളാൽ അബ്രഹാം പ്രാപിച്ചതെങ്കിൽ അബ്രഹാം തന്റെ ജീവിതത്തിൽ പ്രാപിച്ചതെല്ലാം അബ്രഹാം ചെയ്ത പ്രവർത്തിയാലാണോ? കാരണം ഇവർക്ക് അബ്രഹാമിന്റെ ചരിത്രമൊക്കെ അറിയാവുന്നവരാ. അബ്രഹാം പ്രവർത്തികളാലല്ല നീതീകരിക്കപ്പെട്ടത്. അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്നാ വിളിക്കുന്നത്. ഹല്ലേലൂയ. പിന്നെ എങ്ങനെയാ ഈ അബ്രഹാം നീതീകരിക്കും? 3:27 പറയുകയാണ്, പ്രശംസ എവിടെ? അത് പോയി. നീതീകരണം പ്രവർത്തിയാലല്ല, പ്രശംസിപ്പാൻ ഒന്നുമില്ല. ഇവിടെ അബ്രഹാമിനും പ്രശംസിപ്പാൻ ഒന്നുമില്ല. കാരണം അബ്രഹാം പ്രവർത്തിയാലാ നീതീകരിക്കപ്പെട്ടതെങ്കിൽ അബ്രഹാമിന് പ്രശംസിപ്പാനുണ്ട്. പക്ഷെ ഇവിടെ അബ്രഹാമിന് പ്രശംസിപ്പാൻ, നിങ്ങൾ ഈ പറയുന്ന അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ വളരെ ഹൈ എസ്റ്റീമിൽ വെച്ചിരിക്കുന്ന അബ്രഹാമിലേക്ക് നോക്ക്. അബ്രഹാമിനും പ്രശംസിപ്പാനൊന്നുമില്ല. കാരണം അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാ. എന്നിട്ട് 4-ാം അധ്യായത്തിന് 3-ാം വാക്യം നോക്കി. പ്രവർത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിക്കാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാണ്. എന്നിട്ട് അപ്പസ്തലൻ ചോദിക്കുക, തിരുവെഴുത്ത് എന്താ പറയുന്നേ? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഇവിടെ ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് അപ്പസ്തലൻ ഇവിടെ വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ച് പറയുമ്പോൾ എബ്രഹാമിനെ എടുത്തിട്ട്, എബ്രഹാം വിശ്വാസത്താലാ നീതീകരിക്കപ്പെട്ടത്, പ്രവർത്തിയാലല്ല. എബ്രഹാമിന് പ്രശംസിപ്പാനായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. പ്രവർത്തിയാലായിരുന്നെങ്കിൽ നീതീകരിപ്പാൻ ഉണ്ടായിരുന്നേനെ, പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇല്ല. എന്നിട്ട് അപ്പസ്തലൻ ചോദിക്കുക, തിരുവെഴുത്ത് എന്ത് പറയുന്നു? ഇവിടെയാണ് നമ്മളൊരു അല്പം കൂടെ ഒന്ന് മനസ്സിലാക്കേണ്ടത്. വിശ്വാസത്താലുള്ള നീതീകരണത്തെ വെളിപ്പെടുത്തുവാൻ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കി തരുവാൻ അപ്പസ്തോലൻ ഉപയോഗിക്കുന്നത് തിരുവെഴുത്തുകളെ. കാരണം തിരുവെഴുത്ത് പറയുന്നത് ദൈവം പറയുന്നതാ. തിരുവെഴുത്ത് പറയുന്നത് ദൈവത്തിന്റെ അരുളപ്പാടുകളാ. ദൈവം എന്താ പറയുന്നത്? അബ്രഹാമിനെ കുറിച്ച് തിരുവെഴുത്ത് പറഞ്ഞു എന്ന് പറയുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് ദൈവം എന്ത് പറഞ്ഞു എന്നാ പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തോട്ടില്ല. ദൈവം എന്താ പറഞ്ഞത്? അവിടെ പറയുന്നുണ്ടല്ലോ 3-ലെ, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായിരുന്നു. ഇതാ തിരുവെഴുത്ത് പറയുന്നത്. വിച്ച് മീൻസ് ദൈവം പറയുന്നത് ഇങ്ങനെയാണ്. രക്ഷ വിശ്വാസത്താല, നീതീകരണം വിശ്വാസത്താല എന്ന് തിരുവെഴുത്ത് പറയുന്നു. ദാറ്റ് മീൻസ് ദൈവം പറയുന്നു. ദൈവം അങ്ങനെയാ പറയുന്നെങ്കിൽ അതിനപ്പുറത്തോട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിന്റെ കണക്ഷൻ മനസ്സിലായോ? തിരുവെഴുത്തിനെ അപ്പസ്തോലൻ ദൈവത്തിന്റെ അരുളപ്പാടായിട്ട് കരുതുന്നത്. ദൈവത്തിന്റെ അരുളപ്പാട്. അന്ന് നിലവിലുണ്ടായിരുന്ന തിരുവെഴുത്ത് പഴയ നിയമ തിരുവെഴുത്തുകളാ, ലിഖിതങ്ങളാ. ആ തിരുവെഴുത്തുകളിൽ നിന്ന് എടുത്തിട്ട് അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണെന്ന് പറയുക. പഴയ നിയമം അല്ലെ, ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു വാക്യം എടുത്തിട്ട് അപ്പസ്തലൻ പറയുക, തിരുവെഴുത്ത് എന്ത് പറയുന്നു? തിരുവെഴുത്ത് പറയുന്നു അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. ദാറ്റ് മീൻസ് ദൈവം അടിവരയിട്ട് സിഗ്നേച്ചർ ചെയ്തിരിക്കുക. നീതീകരണം ദൈവത്താൽ വിശ്വാസത്താൽ. ഞാൻ പറയുന്ന കണക്ഷൻ മനസ്സിലാവുന്നുണ്ടോ? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന്
നീതിയായി കണക്കിട്ടു എന്ന് ആര് പറയുന്നു? തിരുവെഴുത്ത് പറയുന്നു. എന്ന് വെച്ചാൽ ദൈവം പറയുന്നു. ദൈവം അങ്ങനെയാ പറയുന്നെങ്കിൽ അതിനപ്പുറത്തോട്ടൊന്നുമില്ല. വിശ്വാസത്താൽ ആ നീതീകരണം. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട്? അബ്രഹാമിനെ കുറിച്ച് ഇവിടെ പ്രവർത്തിയാൽ അല്ല എന്ന് പറയുവാൻ അപ്പസ്തോലൻ തിരുവെഴുത്ത് എടുത്തിട്ട് പറയും. ദൈവം എങ്ങനെയാ പറയുന്നത്? പ്രവർത്തിയാലല്ല. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചത് കൊണ്ട് ദൈവം അവനെ നീതീകരിച്ചു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയരെ, നമ്മളും തിരുവെഴുത്തുകളിലേക്കാ നോക്കേണ്ടത്. തിരുവെഴുത്ത് എന്താ പറയുന്നത്? നമ്മൾ അങ്ങനെ നോക്കുന്നത് കൊണ്ടാ ഇന്നിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ നോക്കിയത് കൊണ്ടാ നമ്മൾ പലതും വിട്ടുപോകുന്നു. ഹല്ലേലൂയ. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇപ്പൊ ഏത് ചർച്ചയിലാണ്? പറയാൻ ഞാൻ ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ചർച്ചകൾ പലത് പറയും, പല പഠിപ്പീരും ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഇന്നലെ സംസാരിച്ച എന്റെ സുഹൃത്തുണ്ട്, നീ അപ്പൊ നിന്റെ ചർച്ചിൽ പേരില്ലേ? ഞാൻ പറഞ്ഞു, എന്റെ പേരെന്താ? ദൈവത്തിന്റെ സഭ. അങ്ങനെ പേര് വെച്ചെന്നൊക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പൊ നീ ഞാൻ ദൈവവചനത്തിൽ വചനം എന്തു പറയുന്നു വചനം അനുസരിച്ച് ജീവിക്കുന്നു. വചനം സാധാരണ മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഒരു വചനമാണ്. ദൈവവചനത്തിന്റെ കോറായിട്ടുള്ള കാര്യങ്ങൾ എന്റെ പ്രിയരെ, നമ്മൾ ആഗ്രഹിച്ച് ദൈവവചനത്തിന്റെ മുമ്പിലേക്ക് വന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഇപ്പൊ ഞാനിത് പറയുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങൾ പ്രവർത്തിച്ച് മാത്രമേ ഇത് വേർതിരിച്ച് കിട്ടുകയുള്ളൂ, ഇത് ജീവനായിട്ട് വെളിപ്പെടുകയുള്ളൂ. ഇപ്പൊ ഞാൻ ഈ അവസാനം പറഞ്ഞ കാര്യം ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നു, അത് ദൈവം പറയുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവുള്ളവൻ വിശ്വസിക്കും. കാരണം അവർ തമ്മിൽ കണക്ഷൻ ഉണ്ട്. അതില്ലാത്തവൻ പറയും, ഇതാരോ എഴുതിയതല്ലേ. ഇതുകൊണ്ടാ പല സഭയ്ക്കും പല ഡിനോമിനേഷനും ഈ കൃത്യതയിലേക്കാണ്. കാരണം ദേ ഗീവ് വേർഡ് ഓഫ് ഗോഡ് എ സെക്കൻഡറി പ്ലേസ്. പക്ഷെ നമുക്ക് ദൈവവചനമാ പ്രൈമറി. ദൈവവചനം അതുകൊണ്ടാണ് നമുക്ക് പല ഡിനോമിനേഷൻ ആൾക്കാരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ ബേസും നമുക്ക് പറയാനും ദൈവവചനത്തിലുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ എന്നെ കേൾക്കുന്നവനും ദൈവവചനം സെക്കൻഡറി ആണെങ്കിൽ പിന്നെ അങ്ങോട്ട് വന്നിട്ട് കാര്യമുണ്ടോ? അവർക്ക് ഇമ്പോർട്ടൻസ് മറ്റു പലതുമായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് അവരോട് പറഞ്ഞവർക്ക് മനസ്സിലാവാത്തത്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ മോശയുടെ മുഖത്ത് വീണ മൂടുപടം മാറിയതുപോലെ അവർക്ക് ആ മൂടുപടം മാറിക്കിട്ട് അവരുടെ ഹൃദയങ്ങൾക്ക് ഹൃദയ ദൃഷ്ടി പ്രകാശിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാമെന്നേ പറ്റുകയുള്ളൂ. വചനങ്ങളാല് നമ്മളെ ദൈവം വളരെ ശക്തമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കും ദൈവവചനത്തിങ്കിലേക്ക് തിരിഞ്ഞു വരാം പ്രിയരെ. ഹല്ലേലൂയ. ദൈവം എന്താ പറയുന്നത്? ഒരു വാക്യം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ഒന്ന് വായിച്ച് 10:11. ഹല്ലേലൂയ. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വരെ വന്നെത്തിയിരിക്കുന്നു, നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദൃഷ്ടാന്തമാണ്, നമുക്ക് ബുദ്ധി ഉപദേശമാണ്. എന്റെ പ്രിയരെ, നമുക്ക് ബുദ്ധി ഉപദേശമാണ്. റോമാലേഖനം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 15-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ഹല്ലേലൂയ. 15-4 നാം വായിക്കുന്നത്, ക്രിസ്തുവും തന്നിൽ തന്നെ എന്നാൽ മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായി നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശയുണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. അവിടെ കണ്ണുകൾ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനെ സ്തോത്രം.